സോ ഇപ്പോൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി പഠിച്ചു കഴിഞ്ഞു. ഇനി കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻസി എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ടേംസ് അറിയേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ടേംസ് അറിയേണ്ടതുണ്ട്. സോ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ. സോ ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഓക്കെ, ഓർഡർ ഓഫ് എ റിയാക്ഷൻ. അപ്പോൾ സോ ഓർഡർ എന്ന് പറയുന്നത്, ഒരു റിയാക്ഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് അതൊരു എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. നമുക്കറിയാം, നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി അറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ബാക്കിയുള്ള എല്ലാ കൺസ്ട്രെയിൻസും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട്, എല്ലാ പാരാമീറ്റേഴ്സും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ടെമ്പറേച്ചർ മാത്രം ചേഞ്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് അറിയാൻ പറ്റും, നമുക്ക് ടെമ്പറേച്ചർ എങ്ങനെ റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അറിയാൻ പറ്റില്ല, ഡിപ്പെൻഡൻസി അറിയാൻ പറ്റും. സിമിലർലി കോൺസെൻട്രേഷൻ്റെ ഡിപ്പെൻഡൻസി അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കും, ബാക്കിയുള്ള എല്ലാ പാരാമീറ്റേഴ്സും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് എന്നിട്ട് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷനിൽ നമ്മൾ റിയാക്ഷന് എന്ത് ചെയ്യും, ക്യാരി ഔട്ട് ചെയ്യും. ഓക്കെ, ഡിഫറെൻറ്റ് റിയാക്ഷനിൽ റിയാക്ഷൻ നടത്തും, ഡിഫറെൻറ്റ് എന്താ പറയുക, കോൺസെൻട്രേഷനിൽ. അപ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും, കോൺസെൻട്രേഷനുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഇറ്റ്സ് ആൻ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി. ഓക്കെ, എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. പിന്നെ എന്താണ്, ഇറ്റ് ക്യാൻ ഹാവ് വാല്യൂസ്. ഈ ഓർഡർ എന്ന് പറയുന്നത് ഏത് വാല്യൂ ആവാം, കാരണം നമ്മൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് കിട്ടുന്ന വാല്യൂ, അതുകൊണ്ട് തന്നെ അത് ഏത് ഫ്രാക്ഷൻ ആവാം, അതുപോലെ തന്നെ 1 2 3 0 ആവാം, 1 ആവാം, 2 ആവാം, എന്താ പറയുക, നാച്ചുറൽ നമ്പേഴ്സ് ആവാം, നെഗറ്റീവ് നമ്പേഴ്സ് ആവാം, പോസിറ്റീവ് നമ്പേഴ്സ് ആവാം, ഫ്രാക്ഷൻ ആവാം. സോ ഇതിന് ഒരു ലിമിറ്റ് ഇല്ല, ഇതിന് ഏത് വാല്യൂം എന്താണ് പോസിബിൾ ആണ്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ഹാവ് വാല്യൂസ് പോസിറ്റീവ്, നെഗറ്റീവ്, 0 ആൻഡ് ഫ്രാക്ഷൻ. ഓക്കെ, ഇതിനെന്താണ്, ഏത് വാല്യൂം വരാം, 0 വരാം, പോസിറ്റീവ് വാല്യൂ വരാം, 1 2 3, നെഗറ്റീവ് വരാം, -1 ഫ്രാക്ഷൻസ് വരാം, 0.05, 0.2, 0.25, -0.25, -0.5, ഇങ്ങനെയൊക്കെ ഏത് വാല്യൂ ഇതിന് വരാം. ഓക്കെ, സോ ഓർഡർ ഓഫ് റിയാക്ഷൻ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്, നമ്മൾ എക്സ്പെരിമെൻറ്റിലൂടെ ഫിഗർ ഔട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് ഏത് വാല്യൂം വരാം. ഇനി എന്താണെന്ന് വെച്ചാൽ ഓർഡർ ഓഫ് റിയാക്ഷൻ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു റിയാക്ഷൻ ഉണ്ട്, ജനറൽ ആയിട്ട് ഇപ്പോൾ ഒരു റിയാക്ഷൻ A+B gives products. ഓക്കെ, A+B gives product. സോ നമ്മൾ അതിൻ്റെ റേറ്റ്, സപ്പോസ് -6 റേറ്റ് ഓഫ് റിയാക്ഷൻ, -6 എങ്ങനെ നമ്മൾ എഴുതുക, ഫോർ എ ഹോമോജീനിയസ് റിയാക്ഷൻ എന്തായിരിക്കും, അവിടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ടേമും കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻറ്റ് ടേമും ഉണ്ടായിരിക്കും അല്ലേ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ടേമും കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻറ്റ് ടേമും ഉണ്ടായിരിക്കും. സോ ഫോർ എ ജനറൽ റിയാക്ഷൻ A+B gives products എന്താണ്, നമുക്ക് എങ്ങനെ എഴുതാം, -6 ഈസ് ഈക്വൽ ടു ദർ വിൽ ബി എ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ടേം K, പിന്നെ CA റേസ് ടു ആൽഫ, CB റേസ് ടു ബീറ്റ. ഓക്കെ, ഇനിയിപ്പോൾ A+B+C വേറൊരു റിയാക്ടൻറ്റിനും കൂടെ കൂടി ചേർന്നൊരു റിയാക്ഷൻ ആണെങ്കിൽ അവിടെ എന്ത് വരും, ആ ഒരു CC റേസ് ടു ഗാമ എന്നൊക്കെ വരും അല്ലേ. സോ ഈ ആൽഫ പ്ലസ് ബീറ്റ, സോ ആൽഫ എന്താ പറയുക, നമുക്ക് പറയാം എന്താണ്, ഇതാണ് വിത്ത് റെസ്പെക്ട് ടു CA, കോൺസെൻട്രേഷൻ ഓഫ് A എന്താണ് അതിൻ്റെ ഓർഡർ, വിത്ത് റെസ്പെക്ട് ടു CA ആൽഫയാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡർ ഓഫ് ദാറ്റ് ദിസ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു E, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഓർഡർ എന്നൊക്കെ പറയും ആൽഫ എന്ന് പറഞ്ഞാൽ. ആൽഫ CA എന്നുള്ള റിയാക്ടൻ്റെ കോൺസെൻട്രേഷന് അതിൻ്റെ പവറാണ് ആൽഫ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഓർഡർ. സോ ഞാൻ ഗാമയാണ് യൂസ് ചെയ്തല്ലേ. ഓക്കെ, ഗാമ ഇസ് വാട്ട്,
ആൽഫ യൂസ് ചെയ്യാം. CA റൈസ് ടു ആൽഫ, CB റൈസ് ടു ബീറ്റ, ആൽഫ ബീറ്റ. സോ ആൽഫ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു CA. ഓക്കെ, ബീറ്റ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഓർഡർ with respect to CB. Okay, so alpha individual order with respect to CA, beta എന്ന് പറയുന്നത് individual order with respect to beta. സോ ഈ ആൽഫ ബീറ്റ ഒക്കെ എന്ത് വാല്യൂ വരാം, 0 വരാം, -1 വരാം, -2 വരാം, 0.5 വരാം, ഫ്രാക്ഷൻ വരാം, എന്തും വരാം. ഓക്കെ, അത് നമ്മൾ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ എന്ത് ചെയ്യും, എൻ്റെ കോൺസെൻട്രേഷൻ മാറ്റി കൊടുക്കുമ്പോൾ റിയാക്ടൻറ്റിൽ കാര്യമായിട്ട് ചേഞ്ച് ഒന്നും വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്ത് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത് 0 എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇനി ലീനിയർ ആയിട്ട് ഇങ്ങനെ കൂടുകയാണ്, നമ്മൾ കോൺസെൻട്രേഷന് മാറ്റുമ്പോൾ റേറ്റും ലീനിയർ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഓർഡർ ആൽഫാൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, സോ ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾ എഴുതാം. -R is equal to K CA raised to 1 CB raised to 2. ഓക്കെ, സോ ഈ വേറൊരു കാര്യം, ആൽഫ പ്ലസ് ബീറ്റ ഈ ഇൻഡിവിജ്വൽ ഓർഡേഴ്സിൻ്റെ മൊത്തം സമ്മ് നമ്മളതിനെ പറയുന്ന പേരാണ് ഓവറോൾ ഓർഡർ ഓഫ് റിയാക്ഷൻ. ഓക്കെ, CAയുടെ പവറും CBയുടെ പവറും കൂട്ടി കിട്ടിയാൽ കിട്ടുന്ന ആ സമ്മാണ് എന്ത്, ഓവറോൾ ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൽഫ പ്ലസ് ബീറ്റ ഈസ് വാട്ട്, ഓവറോൾ ഓർഡർ ഓഫ് റിയാക്ഷൻ. ഓക്കെ, ഓവറോൾ ഓർഡർ ഓഫ് റിയാക്ഷൻ. സോ ഇവിടെ എന്താണ്, ആൽഫ എന്താണ്, ആൽഫ 1 ആണ്, ബീറ്റ എന്താണ് 2 ആണ് അല്ലേ. സോ ഓവറോൾ ഓർഡർ എന്താണ്, ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്താണ്, ഓർഡർ ഓഫ് റിയാക്ഷൻ എന്തായിരിക്കും, ഓർഡർ ഓഫ് റിയാക്ഷൻ 3 ആയിരിക്കും അല്ലേ. ഓർഡർ ഓഫ് റിയാക്ഷൻ 3 ആയിരിക്കും, കാരണം 1 + 2 3 അല്ലേ. ഇനി K CA raised to 0.5 CB raised to 1.25. ഓക്കെ, CA raised to 0.5 CB raised to 1.25. ഇവിടെ എന്തായിരിക്കും, ഓർഡർ വിത്ത് റെസ്പെക്ട് ടു A അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് A is 0.5, ഓർഡർ വിത്ത് റെസ്പെക്ട് ടു CB is 1.25. വാട്ട് ഈസ് ഓവറോൾ ഓർഡർ, ഓവറോൾ ഓർഡർ എന്തായിരിക്കും, 1.25 + 0.5 1.75. ഓക്കെ, സോ ഇതെന്താണ്, ഇതിന് ഏത് വാല്യൂം വരാം, നെഗറ്റീവ് വരാം, പോസിറ്റീവ് വരാം, കാരണം നമ്മളിത് എക്സ്പെരിമെൻ്റലായിട്ട് നമുക്ക് കണ്ടുപിടിക്കുന്ന വാല്യൂ ആണ് ഈ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇത് എങ്ങനെ ആയിരിക്കും, കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക, എങ്ങനെ ഏത് റേറ്റ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നിരിക്കുക. സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു എന്താണ് ഓർഡർ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഓർഡർ അനുസരിച്ച് നമുക്ക് റിയാക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ അക്കോർഡിംഗ് ടു ഓർഡർ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, 0.5 ഓർഡർ റിയാക്ഷൻ, അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, 0 ഓർഡർ റിയാക്ഷൻ, അങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക, റിയാക്ഷനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് വാട്ട് ഓർഡർ ഓഫ് റിയാക്ഷൻ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ കുറേ ക്ലാസിഫിക്കേഷൻ പഠിച്ചിരുന്നു അല്ലേ, അക്കോർഡിംഗ് ടു ഹീറ്റ് ഓഫ് റിയാക്ഷൻ, ബേസ്ഡ് ഓൺ ഫേസ് ഇൻവോൾവ് ഇൻ ദ റിയാക്ഷൻ, ബേസ്ഡ് ഓൺ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്, ബേസ്ഡ് ഓൺ മോളിക്കുലാരിറ്റി ഓർഡർ ഓഫ് റിയാക്ഷൻ, പിന്നെ മോളിക്കുലാരിറ്റി അത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. ഇനി നമുക്ക് വേറൊരു തരം ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട്. സോ അതെന്ന് പറഞ്ഞത് എലമെൻ്ററി റിയാക്ഷനും നോൺ എലമെൻ്ററി റിയാക്ഷനും. ഇപ്പോൾ നിങ്ങളിത് ഫസ്റ്റായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും. സോ എന്താണ് എലമെൻ്ററി റിയാക്ഷൻ എന്ന് ഞാൻ പറയാം. സോ ഓർഡർ മനസ്സിലായിട്ടുണ്ടാകും വിശ്വസിക്കുന്നു.
സോ ഇത് വേറൊരു തരം ക്ലാസിഫിക്കേഷനാണ് elementary reaction and non-elementary reaction. Okay, so എന്താണെന്ന് നോക്കാം. elementary reaction എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻസ് ആയിരിക്കും, ഒരൊറ്റ സ്റ്റെപ്പ് റിയാക്ഷൻ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ബി എന്ന റിയാക്ഷൻ, എ എന്നുള്ള റിയാക്റ്റൻറ്റ് ബി എന്നുള്ള കോമ്പണൻസ് ആയി മാറുന്നു. സോ ഇതെന്താണ് ഞാൻ പറഞ്ഞുതരാം. എന്താണ് സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ? ഓക്കെ, ഫോർ എക്സാമ്പിൾ എ ബി ആയി മാറുന്നു. സോ എ റൈറ്റ് കോൺസ്റ്റൻറ്റ് K1, എ ഗീവ്സ് ബി. ഈ ഒറ്റ സ്റ്റെപ്പ് ഉണ്ടായിരിക്കുള്ളൂ, സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് അത് ഒരു എലമെൻ്ററി റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ മാത്രമല്ല, വേറൊരു ക്രൈറ്റീരിയയും കൂടെ ഉണ്ട്. വാട്ട് വാസ് ദാറ്റ് ക്രൈറ്റീരിയ? കറസ്പോണ്ടൻസ് between rate of reaction and stoichiometry. ഓക്കെ, സ്റ്റോഷിയോമെട്രിയും റേറ്റ് ഓഫ് റിയാക്ഷൻ തമ്മിൽ ഒരു കറസ്പോണ്ടൻസ് ഉണ്ട്, ഒരു ബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ എലമെൻ്ററി റിയാക്ഷൻ എന്ന് പറയും. അങ്ങനെ ബന്ധം എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, സോ ഫോർ എക്സാമ്പിൾ ഇവിടെ സ്റ്റോഷിയോമെട്രി എന്താണ്? എ ഗീവ്സ് ബി അല്ലേ. സോ എൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 1 ആണ് അല്ലേ. ഒരു എ ബി ആയിട്ട് മാറുന്നു. സോ റേറ്റ് നമുക്ക് ഒരു റിയാക്ഷൻ എലമെൻ്ററി ആണെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോഷിയോമെട്രി അറിയാമെന്നെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? റേറ്റ് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയെന്നല്ലേ? സോ നമുക്ക് എഴുതാൻ പറ്റും എന്ത്? -RA is equal to what? -RA will be equal to what? K1 CA. കാരണം ഇവിടെ പവർ എന്താണ്? ഒരു മോളിക്യൂൾ ആണെങ്കിൽ പവർ 1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് റിയാക്ഷന്. ഇതിൻ്റെ റേറ്റ് ആട്ടോ. ഇനി A+B ഗീവ്സ് പ്രൊഡക്റ്റ് എന്തെങ്കിലും 6 പ്രൊഡക്റ്റ് തരുന്നു. 6 എന്നുള്ള പ്രൊഡക്റ്റ് എയും ബിയും കൂടി ചേർന്ന് തരുന്നുണ്ടെങ്കിൽ നമ്മളവരോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഇത് എലമെൻ്ററി റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് അവർ റേറ്റ് ഇക്വേഷൻ തരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. എങ്ങനെ? -RA will be equal to what? -RA will be equal to what? K CA CB. CA raised to 1 CB raised to 1. ഓക്കെ, ഇതാണ് എലമെൻ്ററി റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി എലമെൻ്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കൽ നടക്കുന്ന റിയാക്ഷൻസ് ഒന്നുമല്ല. പക്ഷേ നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും ഡിറൈവ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനൊക്കെ എളുപ്പം എന്താണ്? ഒരു ഇക്വേഷൻ അസ്യൂം ചെയ്ത് എലമെൻ്ററി ആണ് അസ്യൂം ചെയ്താൽ നമുക്ക് ഒരു സിംഗിൾ സ്റ്റെപ്പായിട്ട് അസ്യൂം ചെയ്തിട്ട് നമുക്ക് വേണ്ട മോഡലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ ബേസിക്കലി ഇതൊരു എന്താ പറയുക, അക്കാദമിക് ആയിട്ടുള്ള പർപ്പസിനാണ് എലമെൻ്ററി റിയാക്ഷൻ ഉപയോഗിക്കുന്നത്. നോൺ എലമെൻ്ററീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന റിയാക്ഷൻസൊക്കെ ഒരൊറ്റ സ്റ്റെപ്പിലൊന്നും ആയിരിക്കില്ല നടക്കില്ല. ഒരുപാട് സ്റ്റെപ്പ് ഇൻവോൾവ് ആയിരിക്കും. ഓക്കെ, ഒരുപാട് സ്റ്റെപ്പ് എന്തായിരിക്കും? ഇൻവോൾവ് ആയിരിക്കും. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അസ്യൂം ചെയ്യും. നമുക്കിപ്പോൾ എന്തെങ്കിലും റിയാക്ടർ ഡിസൈൻ ചെയ്യണം. അപ്പോൾ റിയാക്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ എന്താ പറയുക റിയാക്ഷൻ സ്റ്റെപ്പ് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് റേറ്റ് എക്സ്പ്രഷൻ എഴുതണമെങ്കിൽ നമ്മളൊരു സിംഗിൾ നമ്മളെന്താ അസ്യൂം ചെയ്യുന്നത്? ഒരൊറ്റ സ്റ്റെപ്പിൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ ഒരു സ്റ്റെപ്പിൻ്റെ എന്താ പറയുക അക്കോർഡിംഗ്ലി നമ്മൾ എന്ത് ചെയ്യും? റേറ്റ് എക്സ്പ്രഷൻ എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? മോഡലിംഗ് ചെയ്യും. എന്നിട്ട് നമ്മൾ റിയാക്ടർ മോഡൽ ചെയ്യും. എത്ര വോളിയുള്ള റിയാക്ടർ യൂസ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ എലമെൻ്ററി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഒരു ബന്ധമുണ്ട്. ദർ ഈസ് എ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ സ്റ്റോഷിയോമെട്രിയും റേറ്റ് എക്സ്പ്രഷൻ നമ്മൾ ബന്ധമുണ്ട്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിളും കൂടെ പറയപ്പോൾ 2A + 3B ഗീവ്സ് P. ഇത് വേറെ 2Aയും 3Bയും കൂടി ചേർന്നിട്ട് P എന്നുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മുടെ റേറ്റ് എക്സ്പ്രഷൻ നമ്മളെങ്ങനെ എഴുതുക? -RA is equal to what? K CA raised to 2 CB raised to 3. CA raised to 2 CB raised to 3. ഓക്കെ, സ്റ്റോഷിയോമെട്രിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? റേറ്റ് എക്സ്പ്രഷൻ ചെയ്തും. അതിനാണ് നമ്മൾ എലമെൻ്ററി റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നേരെ ഇത് നോൺ എലമെൻ്ററി എന്തായിരിക്കും? ഒന്നിലേറെ സ്റ്റെപ്പ് ഉണ്ടായിരിക്കും അല്ലേ. സോ ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും? മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സ് ആയിരിക്കും. പിന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ്? നോ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ
with stoichiometry. ഓക്കെ, സ്റ്റോഷിയോമെട്രിയുമായിട്ട് ഒരു റിലേഷനും ഒരു കറസ്പോണ്ടൻസ് ഉണ്ടായിരിക്കില്ല. നമുക്ക് സ്റ്റോഷിയോമെട്രി അറിയാവുന്നതുകൊണ്ട് നമുക്ക് റേറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ പ്രാക്ടിക്കൽ റിയാക്ഷൻസ് ആർ നോൺ എലമെൻ്ററി ആണ്. പിന്നെ ഇനി നമുക്ക് അപ്പോൾ മൾട്ടി സ്റ്റെപ്പ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സപ്പോസ് ഫോർ എക്സാമ്പിൾ എ ബി സെയിം റിയാക്ഷൻ എടുക്കുക. എ ബി ആയിട്ട് മാറുന്ന റിയാക്ഷന് ചിലപ്പോൾ ആദ്യം ഒരു സ്റ്റെപ്പിൽ എ എന്തായിരിക്കും, എ ഒരു സ്റ്റെപ്പിൽ K1 എ സ്റ്റാർ എന്നുള്ളൊരു കോമ്പണൻറ്റ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. അതൊരു കോംപ്ലക്സ് ആയിരിക്കും. എ സ്റ്റാർ എന്നുള്ളൊരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. എന്നിട്ട് ഈ എ സ്റ്റാർ ആയിരിക്കും പിന്നെ എന്തായി മാറുന്നത്, ബി ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ ഓവറാൾ റിയാക്ഷൻ എന്തായിരിക്കും വരിക, ഓവറാൾ റിയാക്ഷൻ എ ഗീവ്സ് ബി എൻ ആയിരിക്കും. പക്ഷേ ഇവിടെ ഒന്നിലേറെ സ്റ്റെപ്പ് നടക്കുന്നുണ്ട് അല്ലേ. ഇവിടെ K2 എ സ്റ്റാർ ആവുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്, എ സ്റ്റാർ ബി ആവുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. സോ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. നമ്മുടെ ജനറൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റെപ്പ് നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഒരുപാട് സ്റ്റെപ്പ് നടക്കുന്നുണ്ടായിരിക്കും. സോ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളെങ്കിൽ എന്താണ് സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ എലമെൻ്ററി. നോൺ എലമെൻ്ററി ആകുമ്പോൾ എന്തായിരിക്കും മൾട്ടിപ്പിൾ സ്റ്റെപ്പ്. ഇനി ഇതിൻ്റെ റേറ്റ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. -6 വിൽ ബി ഈക്വൽ ടു വാട്ട്, KCA raised to 1 divided by CB raised to 0.5. ഇങ്ങനെയൊക്കെ വരാം, എന്തും വരാം. ഒരു റിലേഷനും ഉണ്ടായിരിക്കില്ല. നമുക്ക് എക്സ്പെരിമെൻറ്റിലൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റോഷിയോമെട്രി അറിയുന്നതുകൊണ്ട് മാത്രം റേറ്റ് എക്സ്പ്രഷൻ എഴുതാൻ പറ്റില്ല. ഓക്കെ, സോ എന്തും വരാം റേറ്റ് എക്സ്പ്രഷൻ. ഓക്കെ, സ്റ്റോഷിയോമെട്രിയുമായിട്ട് ബന്ധമില്ലാത്ത എന്തും വരാം. സ്റ്റോഷിയോമെട്രി എന്ന് ബന്ധമുണ്ടെങ്കിൽ എലമെൻ്ററി ആയിരിക്കും. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, എലമെൻ്ററി എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഓക്കെ, so this is what difference of elementary reactions and non-elementary reaction. Okay, ഇനി നമുക്ക് നോക്കേണ്ട ഒരു ടേമാണ് ഓർഡർ പോലെ തന്നെ വേറൊരു ടേമാണ് മോളിക്കുലാരിറ്റി. ഓക്കെ, മോളിക്കുലാരിറ്റി. സോ മോളിക്കുലാരിറ്റി എലമെൻ്ററി റിയാക്ഷൻ മാത്രമുള്ളൊരു ഒരു ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഇനി നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടല്ലോ നോൺ എലമെൻ്ററി റിയാക്ഷനിലേക്ക്. നമ്മുടെ പ്രാക്ടിക്കൽ റിയാക്ഷൻസിലേക്ക് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. അതിൽ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും റേറ്റിനെ നിർണ്ണയിക്കുന്ന സ്റ്റെപ്പ്. ഓക്കെ, ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. അതിൽ ഫാസ്റ്റ് ആയിട്ട് റിയാക്ഷൻ ഒന്നും നമ്മുടെ റേറ്റിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ട് പോകുന്ന സ്റ്റെപ്പ് ആയിരിക്കും റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ടൂർ പോകും, ഗ്രൂപ്പായിട്ട് ടൂർ പോകുമ്പോൾ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് എത്തിച്ചേരണമെങ്കിലും നമ്മുടെ മൊത്തത്തിലുള്ള ടൈം എഫക്റ്റ് ചെയ്യില്ല. ഏറ്റവും സ്പീഡ് കുറഞ്ഞ ആൾ വരുന്നതല്ലേ, അയാൾ വന്നിട്ടേ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അയാളെ കാത്തു നിന്ന് നമ്മുടെ ടൈം പോകും. ഓക്കെ, സോ നമ്മുടെ മൊത്തം ഗ്രൂപ്പിൻ്റെ ടൈമിനെ എഫക്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും, ആ സ്ലോവസ്റ്റ് ആളായിരിക്കും, ഏറ്റവും സ്പീഡ് കുറഞ്ഞ ആളായിരിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും നോൺ എലമെൻ്ററി റിയാക്ഷൻ അല്ലെങ്കിൽ എന്തായിരിക്കും സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും റേറ്റിനെ നിർണ്ണയിക്കുന്ന സ്റ്റെപ്പ്. ഓക്കെ, slowest step will be the rate determining step. Rate determining step. Okay, slowest step will be the rate determining step. Okay, ഇനി നമുക്ക് മോളിക്കുലാരിറ്റിയിലേക്ക് പോകാം. മോളിക്കുലാരിറ്റി ഓക്കെ, സോ ഇത് ഓർഡർ പോലെ തന്നെ നമ്പറാണ്. ഓക്കെ, ഓർഡർ ഒരു നമ്പർ അല്ല, അതുപോലെ ഇതും നമ്പറാണ്. പക്ഷേ ഓർഡർ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റലായിട്ട് നമുക്ക് കിട്ടിയൊരു നമ്പറായിരുന്നു അല്ലേ. എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഫിഗർ ഔട്ട് ആയ നമ്പറായിരുന്നു. പക്ഷേ ഇതൊരു തിയററ്റിക്കലായിട്ടുള്ളൊരു നമ്പറാണ്. ഓക്കെ, ഇറ്റ്സ് എ theoretical quantity. Okay, പിന്നെ എന്താണ്
It is applicable only for elementary reaction. Elementary reaction മാത്രമേ molecularity എന്നുള്ള concept ഉള്ളൂ. Okay. It's only for elementary reaction. It is only for elementary reaction. ഇനി എന്താണ് molecularity എന്ന് വെച്ചാൽ it is the number of molecules or atoms participate in the reaction. Okay, it is a number of molecules or atom participate in the collision അല്ലെങ്കിൽ reaction. For example എന്താണ് A plus B gives R. ഇതാണ് നമ്മൾ റിയാക്ഷൻ എങ്കിൽ മോളിക്കുലാരിറ്റി എന്തായിരിക്കും? ഒരു എയും ഒരു ബിയും ചേർന്നിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. സോ എത്ര നമ്പർ ഉണ്ട്? ഒരു എയും ഒരു ബി എന്ന് പറയുമ്പോൾ മോളിക്കുലാരിറ്റി എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലേ? ഇതിൻ്റെ സം എന്തായിരിക്കും? 2 ആയിരിക്കും. സോ മോളിക്കുലാരിറ്റി എന്താണ്? ഓക്കെ, ഇനി A gives C. എന്തായിരിക്കും മോളിക്കുലാരിറ്റി? മോളിക്കുലാരിറ്റി 1 ആയിരിക്കും അല്ലേ? ഇവിടെ ഒരൊറ്റ എ എന്നുള്ള പാർട്ടിക്കിളാണ് സി ആയിട്ട് മാറുന്നത്. സോ എന്തായിരിക്കും? എത്ര ആറ്റംസ്? ഒരൊറ്റ ആറ്റം അല്ലേ ഉള്ളൂ. ഓക്കെ, സോ ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ കൂടെ വേണമെങ്കിൽ പറയാം. എന്താണ്? 2A plus B gives P. ഓക്കെ, ഇതൊരു റിയാക്ഷനാണ്. ഇവിടെ മോളിക്കുലാരിറ്റി എന്തായിരിക്കും? 2Aയും ഒരു ബിയും. മോളിക്കുലാരിറ്റി 3 ആയിരിക്കും അല്ലേ? മോളിക്കുലാരിറ്റി 3 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതെന്താണ്? ഇതൊരിക്കലും ഫ്രാക്ഷനോ അല്ലെങ്കിൽ 0 ഒന്നും വരില്ല. നമ്പറാണ് ചോദിക്കുന്നത് അല്ലേ? എത്ര ആറ്റംസ് അല്ലെങ്കിൽ പങ്കെടുക്കുന്നു, കൊളീഷനിൽ എത്ര പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 മോളിക്യൂൾസ് കൂട്ടിമുട്ടുകയാണെങ്കിൽ മോളിക്കുലാരിറ്റി 2 ആയിരിക്കും. ഒരു മോളിക്യൂളിനെ വേറെ ഇതിലേക്ക് മാറും, മോളിക്കുലാരിറ്റി 1 ആയിരിക്കും. 3 മോളിക്യൂൾസ് ഒരുമിച്ച് വന്ന് കൂട്ടിമുട്ടുകയാണെങ്കിൽ മോളിക്കുലാരിറ്റി 3 ആയിരിക്കും. സോ ഇതൊക്കെ നമ്പറാണ് അല്ലേ? സോ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഒരിക്കലും എന്തായിരിക്കില്ല, ഫ്രാക്ഷന് വരില്ല. ഓക്കെ, ഇതെന്തായിരിക്കും? ആൾവേസ് നാച്ചുറൽ നമ്പർ ആയിരിക്കും. ഓക്കെ, മോളിക്കുലാരിറ്റി cannot have values like a 0 വരില്ല, നെഗറ്റീവ് വരില്ല, ഫ്രാക്ഷൻസ് വരില്ല. ഓക്കെ, ഓൺലി നാച്ചുറൽ നമ്പേഴ്സ് പോസിബിൾ. ഓക്കെ, ഓൺലി നാച്ചുറൽ നമ്പർ പോസിബിൾ. ഓക്കെ, മാക്സിമം എത്ര ആയിരിക്കും വരിക? മാക്സിമം ഒരു 3 അല്ലെ അതിൻ്റെ മേലെ ഒന്നും വരാൻ ചാൻസ് ഇല്ലല്ലേ? കാരണം 3 മോളിക്യൂൾ ഒരുമിച്ച് വന്ന് കമ്പൈൻ ചെയ്തിട്ട് റിയാക്ഷൻ ഉണ്ടായിരിക്കുക നമുക്കത് വളരെ റയറാണ്. സോ മാക്സിമം ജനറലി 1 or 2 ആയിരിക്കും എന്ത് മോളിക്കുലാരിറ്റി ഉണ്ടായിരിക്കുക. കൂടിപ്പോയാൽ 3ൻ്റെ മേലെ 4, 5 അങ്ങനെയൊന്നും മോളിക്കുലാരിറ്റി വരില്ല. കാരണം 4 മോളിക്യൂൾസ് ഒരുമിച്ച് റിയാക്ഷനിൽ പങ്കെടുത്തിട്ട് വേറൊരു പ്രൊഡക്റ്റ് ഒരുമിച്ച് കൂട്ടിമുട്ടി ഒരു പ്രോപ്പർ ഓറിയൻറ്റേഷനിൽ കൂട്ടിമുട്ടി പ്രൊഡക്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ റയർ ഇവൻ്റ് ആണ്. സോ മോളിക്കുലാരിറ്റി ബേസിക്കലി 1 or 2 ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. മാക്സിമം കൂടി പോയാൽ 3. ഓക്കെ, സോ ഇത് ഓൺലി ഫോർ വാട്ട്? എലമെൻ്ററി റിയാക്ഷൻ മാത്രമേ ഇതുള്ളൂ. കാരണം എലമെൻ്ററിയിൽ മാത്രമേ ഒരൊറ്റ സ്റ്റെപ്പ് ഉള്ളൂ.
അപ്പോൾ നോൺ എലമെൻറ്റിൻ്റെ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. സോ അവിടെ എലമെൻ്ററി മോളിക്കുലാരിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. കാരണം നമുക്കൊരു സ്റ്റെപ്പിലെ കാര്യമല്ല ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു സ്റ്റെപ്പിൽ എത്ര മോളിക്യൂൾസാണ് കമ്പൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കൊളീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതാണ് ബേസിക്കലി എന്ത് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് വാല്യൂസ് 1, 2, 3 അങ്ങനെ പറ്റുള്ളൂ. ഫ്രാക്ഷൻസോ അല്ലെങ്കിൽ നെഗറ്റീവോ 0 ഒന്നും ഇതിന് പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഓർഡറിനെ നമ്മൾ പറഞ്ഞു, എന്താണ് ഓർഡർ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ഓർഡർ റിയാക്ഷനിൽ എങ്ങനെയാണ് റൈറ്റ് എക്സ്പ്രഷൻ എഴുതാമെന്ന് നോക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കൈനറ്റിക്സ് ഓഫ് ഡിഫറെൻറ്റ് ഓർഡർ റിയാക്ഷൻസിൻ്റെ കൈനറ്റിക്സ്. ഓക്കെ, ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് കോൺസ്റ്റൻറ്റ് വോളിയം സിസ്റ്റംസിലായിരിക്കും. ഓക്കെ, കോൺസ്റ്റൻറ്റ് വോളിയം, അത് കഴിഞ്ഞിട്ട് നമ്മൾ വാരിയബിൾ വോളിയത്തിൻ്റെ കേസും ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ കൈനറ്റിക്സ് ഓഫ് ഡിഫറെൻറ്റ് ഓർഡർ റിയാക്ഷനിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് വോളിയം ആയിരിക്കും ആദ്യം ഡിസ്കസ് ചെയ്യുക. ഓക്കെ, വിത്ത് കോൺസ്റ്റൻറ്റ് വോളിയം. ഓക്കെ, ബ്രാക്കറ്റിൽ കോൺസ്റ്റൻറ്റ് വോളിയം. ഓക്കെ, വോളിയം വേരിയബിളും വരാം. ഓക്കെ, വേരിയബിൾ വോളിയം നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ആദ്യം നമ്മൾ കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ എങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് ഓർഡറിൻ്റെ കൈനറ്റിക്സ് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. സോ അതിനുവേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ ബേസിക് ആയിട്ടുള്ള റേറ്റ് എക്സ്പ്രഷനെ ഒന്ന് വിളിക്കാം. സോ -6 അല്ലെങ്കിൽ 6 എന്ന് വിളിക്കാം. -6 ഇതെന്തായിരിക്കും മൈനസ് വരുന്നത്? റിയാക്റ്റൻറ്റിൻ്റെ റേറ്റാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സോ എങ്ങനെ എഴുതാം നമ്മൾ? -1/v dni/dt, -1/v dni/dt. ഓക്കെ, ഇനി ni എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? CI എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് എ പെർട്ടിക്കുലർ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ni നമ്പർ ഓഫ് മോൾസ് പെർ വോളിയം ആണ്, ni/വോളിയം ആണ്. സോ അതുകൊണ്ട് തന്നെ niനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? niനെ എനിക്ക് എഴുതാൻ പറ്റും, ni എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് മോൾസ്, കോൺസെൻട്രേഷൻ ഓഫ് ദാറ്റ് മോളിക്യൂൾ ഇൻറ്റു വോളിയം, CI/V എന്ന് എഴുതാം. സോ ഞാനിതിവിടെ ഈ niൻ്റെ സ്ഥാനത്ത് ഈ ഒരു ഡിഫറൻഷ്യലിൻ്റെ ഉള്ളിൽ എഴുതാൻ പോവാണ്. സോ എന്ത് വരും? -1/v d/dt of CI/V. ഓക്കെ, സോ എന്ത് വരും? ഇനി ഞാനിതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. ഡിഫറൻഷിയേഷൻ നിങ്ങൾക്കറിയില്ല, ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് വരും? -1/v ഫസ്റ്റ് വോളിയം കോൺസ്റ്റന്റ് പുറത്തെടുക്കുന്നു, എന്നിട്ട് എന്ത് വരും? v ഇൻറ്റു dCI/dt എന്ന് വരും അല്ലേ. ഇനി എന്ത് വരും? അഗൈൻ -1/v, CI പുറത്തേക്ക് എടുക്കുന്നു, dV/dt അല്ലേ. ഇതിനെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയല്ലേ വരിക? നമ്മൾ അറിയാമല്ലോ പ്രൊഡക്റ്റ് റൂള്, ഡിഫറൻഷിയേഷൻ്റെ പ്രൊഡക്റ്റ് റൂൾ എന്താണ്? u ഇൻറ്റു dV പ്ലസ് v ഇൻറ്റു dV, v ഇൻറ്റു dV പ്ലസ് u ഇൻറ്റു dV, v. ഓക്കെ അല്ലേ. d ഓഫ് uv എന്ന് പറഞ്ഞാൽ u ഇൻറ്റു dV പ്ലസ് v ഇൻറ്റു du. u ഇൻറ്റു dV പ്ലസ് v ഇൻറ്റു du. ഓക്കെ, ബേസിക് ഡിഫറൻഷിയേഷൻ. സോ ഈ ഒരു ടേമിൽ എന്താണ്? dV/dt നമ്മളറിയാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? കോൺസ്റ്റൻറ്റ് വോളിയം സിസ്റ്റം ആണ് അല്ലേ.
കോൺസ്റ്റൻറ്റ് വോളിയം സിസ്റ്റത്തിൽ എന്തായിരിക്കും ഡി വി ബൈ ഡി ടി വിൽ ബി 0. സോ ഈ ഒരു ടേം എന്തായിരിക്കും വാനിഷ് ആയും അല്ലെങ്കിൽ 0 ആവും. സോ ദിസ് ടേം ഈസ് 0 ബിക്കോസ് കോൺസ്റ്റൻറ്റ് വോളിയം സിസ്റ്റം ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്ത് വരും ഇവിടെ എന്താണ് വി ക്യാൻസൽ ആവും. വി ക്യാൻസൽ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും എന്ത് കോൺസ്റ്റൻറ്റ് വോളിയം സിസ്റ്റത്തിൽ നമുക്ക് എഴുതാൻ പറ്റും for constant volume systems minus Ri will be equal to what? Minus dCi by dt. Minus dCi by dt. Okay. ഇത് ഈ റേറ്റ് എക്സ്പ്രഷന് കോൺസെൻട്രേഷൻ ടേമിൽ നമുക്ക് എന്ത് മൈനസ് ഡി സി ഐ ബൈ ഡി ടി എന്ന് എഴുതാൻ പറ്റും ഫോർ ഓൺലി കോൺസ്റ്റൻറ്റ് വോളിയം സിസ്റ്റംസ്. ഓക്കെ, വോളിയം മാറുന്നില്ല, റിയാക്ഷന് ശേഷം വോളിയം മാറുന്നില്ലെങ്കിൽ നമുക്ക് റേറ്റിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ,